ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അടയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളൂ. സേമിയ അട. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു സ്പൂൺ നെയ്യിൽ ഒരു പഴുത്ത ഏത്തപ്പഴം നന്നായിട്ട് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാവും. നമ്മുടെ തേങ്ങയുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അത് സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യിൽ സേമിയ വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് സേമിയ ആട്ടോ എടുക്കുന്നത്. സേമിയ അതാ ഇതുപോലെ ഇവിടെ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒരു അരക്കപ്പ് ശർക്കര നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ശർക്കരപ്പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പൊടിയായിട്ട് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ശർക്കര പാനിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ശർക്കരപ്പൊടിയും സേമിയയും ഇവിടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സേമിയ അവിടെ വെന്തിട്ടില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് വെള്ളം ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഡയറക്റ്റ് നോർമൽ വാട്ടർ ചെയ്യുമ്പോഴത്തേനും തിളയ്ക്കാൻ പാടായിരിക്കും. നമുക്ക് ഇതിനകത്ത് കിടന്ന് വേണം നമ്മുടെ സേമിയൊക്കെ ഒന്ന് വെന്ത് വരാൻ. ആ സമയത്ത് ഞാൻ ഇതിനകത്തൊരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരണം. ഒരുപാട് വേകണമെന്നില്ല. ഒരു പരുവാകുമ്പോഴത്തേനും നമ്മളിത് അടയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ആവി കയറ്റി എടുക്കുമല്ലോ. ആ സമയത്ത് ബാക്കിയും കൊണ്ട് വെന്തോളൂ. എന്നാലും ഒന്ന് ആയി വരണം. ഒരുപാട് വെന്ത് അലുക്കുകയൊന്നും ചെയ്യണ്ട. നമ്മുടെ സേമിയ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശർക്കരക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സമയത്താണ് ഇതിനകത്തോട്ട് തേങ്ങയുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ജോയിൻ്റ് ആക്കി ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഞാൻ പക്ഷേ ഇതൊരു വാട്ടിയെടുത്ത വാഴയിലയിൽ അട പോലെ ആക്കിയാട്ടോ കഴിക്കുന്നത്. ഒരു പാടുമില്ല. നമുക്കിത് കുറച്ചൊരു ഉരുളയാക്കി എടുത്തിട്ട് ഒരു വാഴയില എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 4 സൈഡും ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കെട്ടിയെടുക്കുകയൊന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന്. വാഴയിലും കൂടെ ആകുമ്പോൾ ഒരു അപാര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് സ്റ്റീമറിൽ ഒന്നൊന്നായിട്ട് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഒരു 10-20 മിനിറ്റൊക്കെ ആവി കയറ്റിയാൽ മതിയാവും. കുറച്ച് വേഗമുള്ള സേമിയയും കൂടെ വെന്തും കിട്ടും. ഇതൊന്ന് സെറ്റായിട്ട് വരും. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്.